ഹലോ എവരിബഡി, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് പാവയ്ക്കയുടെ ഒരു ചമ്മന്തി ഉണ്ടാക്കാം. പൊതുവേ പഴുത്ത പാവയ്ക്ക നമ്മൾ കളയാറാണ് ചെയ്യാറ്. പക്ഷേ അതുകൊണ്ട് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റി ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പഴുത്ത പാവയ്ക്ക ചെറുതായി നുറുക്കി വെച്ചത്, പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഉള്ളി, ചുമന്നുള്ളി അരിഞ്ഞു വെച്ചത്, പിന്നെ ഇഞ്ചി ചെറുതായി അരിഞ്ഞു വെച്ചത്, പച്ചമുളക് വട്ടത്തിൽ ചെറുതായി അരിഞ്ഞു വെച്ചത്, വേപ്പില, പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയുമാണ്. അത് ഇട്ട് അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഇത് നമ്മൾ കൂട്ടി യോജിപ്പിക്കുക. ഉപ്പ് ഒക്കെ ഉണ്ടോ എന്ന് നന്നായി നോക്കുക. അത് കഴിയുമ്പോൾ പുളി, നമ്മുടെ വാളൻ പുളി അല്ലെങ്കിൽ കോൽപ്പുളി എന്ന് പറയും, ചാണപ്പുളി എന്നൊക്കെ പറയും, അത് കുറച്ച് പിഴിഞ്ഞ് വയ്ക്കണം. എന്നിട്ട് ഈ പുളിയും കൂടെ, പുളിയുടെ ആ ചാറ് ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ടെല്ലാം കൂടെ ഒന്നും കൂടെ കൂട്ടിത്തിരുമ്മി കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പും പുളിയൊക്കെ ഉണ്ടോയെന്ന് നോക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ടിത് നമ്മൾ വാഴയിലയിൽ പൊതിയണം. വാഴയിലയിൽ പൊതിഞ്ഞിട്ട്, വാഴയില ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇതിട്ടിട്ട് നമ്മൾ പൊതിഞ്ഞ് കെട്ടണം. പൊതിഞ്ഞ് കെട്ടിയിട്ട് ദോശക്കല്ലിൽ തിരിച്ചും മറിച്ചും ഇട്ട് ചുട്ടെടുക്കണം. പണ്ടൊക്കെ അടുപ്പിലെ കനലിലായിരുന്നു ഇട്ടിരുന്നത്, ചുട്ടെടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് കനലൊന്നും അത്ര ഒരു അപ്രാപ്യമായ സാധനം എന്നുള്ള കാലമായല്ലോ. അപ്പോൾ നമ്മൾ ദോശക്കല്ലിലാണിട്ട് ചുടാൻ പോകുന്നത്. അപ്പോൾ ദോശക്കല്ലിലിട്ട് ചുടുവാണ്. വാഴയിലും പൊതിഞ്ഞ് കെട്ടി നൂലുകൊണ്ട് കെട്ടുന്നു. അടുപ്പിൻ്റെ കനലിലാണ് നമ്മൾ ഇടുന്നതെങ്കിൽ 1-2 വാഴ ഇല പൊതിയേണ്ടി വരും, പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതാവുമ്പോൾ അങ്ങനെ വേണ്ട. തിരിച്ചും മറിച്ചിട്ട് കുറച്ച് നേരം വേവിക്കണം. ഒന്ന് മൂടി കൂടെ വെച്ച് വേവിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. അങ്ങനെയാണ് പഴുത്ത പാവയ്ക്ക കൊണ്ടുള്ള ചമ്മന്തി ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. ചോറുണ്ണാനൊക്കെ നല്ല ഒരു കറിയാണ്. പൊതുവെ നമ്മൾ കളയാറില്ലേ, പഴുത്ത പാവയ്ക്ക എറിഞ്ഞ് കളയുക ചെയ്യാറ്, അത് ഇനിയിപ്പോൾ കൊള്ളുകയില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇങ്ങനെ ഒരു ഇത് ചെയ്തായിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. 2 ഇലയിലാണ് ഞാൻ പാവയ്ക്ക പൊതിഞ്ഞ് കല്ലിൽ വെച്ചത്. അതിൽ ഇത്രയും ആയപ്പോൾ അത് പാകമായിട്ടുണ്ട്. അതിലൊരെണ്ണം ഞാനെടുത്ത് നിങ്ങളെ കാണിക്കാനായിട്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പാവയ്ക്ക ചമ്മന്തി. അപ്പോൾ പുളിയുണ്ട്, എരിവുണ്ട്, ഉപ്പ് എല്ലാം കൂടി ആയിട്ട് നല്ലൊരു രസമാണ് തിന്നാനായിട്ട്. ഒരു ചമ്മന്തി എല്ലാവർക്കും മനസ്സിലാക്കി തരാൻ സാധിച്ചതിൽ സന്തോഷം. താങ്ക് യു ഫോർ വാച്ചിങ്.